എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ എലക്ഷൻ റിസൾട്ടിൻ്റെ ഒരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. മലയാള മനോരമ പറയുന്നു ഇത് വിസ്മയത്തിര. അവർ പിന്നെ കോൺഗ്രസ് പത്രമാണല്ലോ, അങ്ങനെയാണല്ലോ പറയുക. UDF 102 സീറ്റ്, അതിൽ കോൺഗ്രസ്സുകാർക്ക് മാത്രം 63 സീറ്റ്. 1960 വിമോചന സമരം കഴിഞ്ഞപ്പോൾ ഒരു എലക്ഷൻ നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ മാത്രമേ കോൺഗ്രസ്സിന് ഇത്രയ്ക്കധികം സീറ്റ് കിട്ടിയിട്ടുള്ളൂ എന്നാണ് മനോരമ പറയുന്നത്. ഒരർത്ഥത്തിൽ ഇതൊരു രണ്ടാം വിമോചന സമരം തന്നെയായിരുന്നു. അധിക ചോര തിന്താതെ ജനാധിപത്യ മാർഗത്തിലാണ് ഈ വിമോചന സമരം നടന്നത് എന്ന് മാത്രമേ ഉള്ളൂ. CPMൻ്റെ പതനം മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാവഹമാണ്. ലക്ഷക്കണക്കിന് കാലുകളും ഒറ്റ ശിരസ്സുമുള്ള ഒരു ഭീകര പ്രസ്ഥാനമായി അത് മാറുകയായിരുന്നു. ലെനിനിസം, സ്റ്റാലിനിസം എന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് മോചനം തേടാനുള്ള ഒരു പാത ഇപ്പോൾ ഈ പതനം നമുക്ക് കാണിച്ചു തരുന്നു. വെറും 26 സീറ്റ്, 67 നിന്നും 26ലേക്കുള്ള പതനം. ഈ പതനം കണ്ട് സഖാവ് TK ഗോവിന്ദനെ പോലുള്ള പാർട്ടി വിട്ടിറങ്ങിയ വിസ്മയങ്ങൾ പറയുന്നത് നേതൃത്വം തെറ്റുതിരുത്തണം എന്നാണ്. മറ്റൊരു വിസ്മയമായ K കുഞ്ഞികൃഷ്ണനും പറഞ്ഞത് അത് തന്നെയാണ്. എന്നാൽ 15 വർഷം മുമ്പ് ഇതേപോലെ പാർട്ടിയെ തിരുത്താൻ പോയ ഒരാൾ വടകരയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം അവർ മറക്കുന്നു. 51 വെട്ടാണ് ആ പാവം മനുഷ്യൻ പാർട്ടിയെ തിരുത്താൻ പോയതിന് കിട്ടിയത്. അതാണ് കൊടുത്ത ശിക്ഷ. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരിക്കലും ഒരാൾക്കും തിരുത്തി നന്നാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ മാത്രമേ കഴിയൂ. നശിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടി ലെനിൻ ഡിസൈൻ ചെയ്ത ഈ പാർട്ടിയിലുണ്ട്. അതെല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പാർട്ടി വിട്ട് വരുന്ന സുഹൃത്തുക്കളോടും സഖാക്കളോടും നല്ലവരായ മനുഷ്യരോടും പറയാനുള്ളത് CPMനെ നശിക്കാൻ വിടുക എന്നാണ്. അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് തന്നെ ചരിത്രത്തോട് ചെയ്യുന്ന, ചരിത്രത്തെ പിറകോട്ട് തിരിക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് തോന്നുന്നത് എന്തും ചെയ്യും, നീ ആരടാ ചോദിക്കാൻ. ഈ ദാസ്യത്തെ വെല്ലുവിളിച്ച് പുറത്തു വരുന്ന ആളുകളുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ജനാധിപത്യ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിരവധി പേരുണ്ട്. അവരെന്താണ് ചെയ്യേണ്ടത്? പാർട്ടിയെ തിരുത്താൻ പോവുകയാണോ? ഒരിക്കലുമല്ല. അവർ പുതിയ പാർട്ടി ഉണ്ടാക്കുകയാണ് വേണ്ടത്. കോൺഗ്രസ് പോലെ അയഞ്ഞ ഘടനയുള്ള മറ്റൊരു പാർട്ടി. നമുക്കറിയാം, 5 വർഷത്തെ ഭരണം കൊണ്ട് ഇപ്പോൾ ഭരിക്കാൻ പോകുന്ന UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി സ്വാഭാവികമായും ദുഷിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചവിട്ടി പുറത്താക്കിയവരെ തിരിച്ച് വിളിക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുത്. അതിന് കേരളത്തിൽ പുതിയ ഒരു പാർട്ടി വേണം. കമ്മ്യൂണിസ്റ്റ് ആശയമുള്ള പാർട്ടിയല്ല ഇവിടെ വേണ്ടത്. ബഹുകക്ഷി ജനാധിപത്യം അംഗീകരിക്കുന്ന, സാമൂഹ്യനീതിയും സ്ത്രീ പുരുഷ തുല്യതയിലും ഊന്നുന്ന ഒരു ലിബറൽ പാർട്ടിയാണ് ഇവിടെ വേണ്ടത്. അല്ലാതെ തിരുത്തി പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ച് 51 വെട്ട് ഏറ്റുവാങ്ങുന്നതല്ല ഇവിടെ അഭികാമ്യമായിട്ടുള്ളത്. CPMൻ്റെ പരാജയത്തെപ്പറ്റി ഈ അവസരത്തിൽ കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നിങ്ങളും അത് കേൾക്കണം. ആളകമ്പടികളോടും വാദ്യമേളഘോഷത്തോടും അമിതാഡംബരത്തോടും ധൂർത്തോടും നാട് വാണ രാജഭരണം അത് അവസാനിപ്പിച്ച് മെയ് 4 ജനങ്ങൾ ജനാധിപത്യം പുനഃസ്ഥാപിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുമായ പാർശ്വവർത്തികൾക്കും മാത്രമായി ആനുകൂല്യങ്ങളും അവസരങ്ങളും പദവികളും തൊഴിലുകളും എന്തിന് നാട് തന്നെ സംവരണം ചെയ്ത ഒരു സർവാധിപത്യത്തിന് അറുതി വന്നിരിക്കുന്നു. നോട്ടബിൾ വേർഡ്സ് തന്നെയാണത്. CPMൻ്റെ പരാജയം ഒരു അത്ഭുതമേ ആയിരുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞ ദിവസം തന്നെ AK ആൻ്റണി പറഞ്ഞിരുന്നു, കോൺഗ്രസ് തൂത്തുവാരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. 4 ജില്ലകളിൽ അത് ശരിയായി. 4 ജില്ലകളിൽ മലപ്പുറത്ത് തൂത്തുവാരി, എറണാകുളത്ത് തൂത്തുവാരി, ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെ തൂത്തുവാരി. ഞങ്ങളും ഇവിടെ ഒരു ഇലക്ഷൻ വിശകലനം നടത്തിയിരുന്നു, ഞാനും ഷാജിദയും കൂടി. ഓരോ ജില്ലയിലും UDFന് കിട്ടാവുന്ന സീറ്റുകൾ ഞങ്ങൾ വിലയിരുത്തി. അത് കൂട്ടി നോക്കിയപ്പോൾ കിട്ടിയത് 102 സീറ്റായിരുന്നു. ചക്ക വീണ് മുയൽ കിട്ടുന്ന ഒരു ഭാഗ്യം എന്ന് പറയില്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി. എന്നാൽ ഞങ്ങൾക്കും തെറ്റ് പറ്റിയിട്ടുണ്ട്. അതായത്
ഓരോ ജില്ലകളിലും എത്ര സീറ്റുകൾ വീതം കിട്ടും എന്നുള്ളിടത്ത് ഞങ്ങൾക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് മൊത്തം വരുന്ന സീറ്റുകൾ 102, അത് കറക്റ്റായി. അതാണ് ഞാൻ പറഞ്ഞത് ചക്ക വീണ് മുയൽ കിട്ടുന്നു എന്ന് പറയുന്നത്. കാസർഗോഡ് UDF 4 കിട്ടുമെന്ന് ഞങ്ങൾ കണക്ക് കൂട്ടി പറഞ്ഞിരുന്നു, അത് ശരിയായി. പക്ഷെ കണ്ണൂർ 7 എന്ന് പറഞ്ഞു, അത് നടന്നില്ല, 5 മാത്രമേ കിട്ടിയുള്ളൂ. കോഴിക്കോട് UDF 11 കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞു, എന്നാൽ അവിടെ 12 സീറ്റ് കിട്ടി. മലപ്പുറവും വയനാടും തൂത്തുവാരുമെന്ന് ഞങ്ങൾ പറഞ്ഞു, അത് ശരിയായി. പാലക്കാട് 5 കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്, അത് ശരിയായി. എന്നാൽ തൃശ്ശൂർ 7 കിട്ടുമെന്ന് പറഞ്ഞിടത്ത് വെറും 4 മാത്രമേ UDF കിട്ടുകയുണ്ടായുള്ളൂ. എറണാകുളത്ത് P രാജീവെങ്കിലും പിടിച്ചു നിൽക്കും എന്നാണ് ഞങ്ങൾ പ്രവചിച്ചിരുന്നത്, എന്നാൽ പുള്ളി ചതിച്ചു, എറണാകുളം മുഴുവൻ UDF കൊണ്ടുപോയി. കോട്ടയത്ത് 8 സീറ്റാണ് ഞങ്ങൾ UDF പറഞ്ഞത്, പക്ഷേ അത് 9 സീറ്റ് കിട്ടി. ഇടുക്കി 5 സീറ്റും തൂത്തുവാരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്, അത് ശരിയായി. എന്നാൽ പത്തനംതിട്ടയിൽ ഞങ്ങളുടെ പ്രവചനം ലേശം പാളി, കാരണം അവിടെ 5 സീറ്റും കിട്ടുമെന്നാണ് പറഞ്ഞത്, 4 സീറ്റ് കിട്ടിയുള്ളൂ. ആലപ്പുഴയിൽ 6 കിട്ടുമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്, അത് ശരിയായി. കൊല്ലത്ത് 6 സീറ്റ് UDF പറഞ്ഞു, എന്നാൽ 8 കിട്ടി. തിരുവനന്തപുരത്ത് 6 കിട്ടുമെന്ന് പറഞ്ഞിടത്ത് 7 കിട്ടി. അങ്ങനെ ചില്ലറ വ്യത്യാസങ്ങൾ വന്നെങ്കിലും ടോട്ടൽ സീറ്റുകൾ 102ആയി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചക്ക വീണ് മുയൽ കിട്ടുക എന്ന് പറഞ്ഞ പോലെ. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ജനം ഓടിച്ചിട്ട് പിടിച്ചത് മന്ത്രിമാരെയാണ്, മന്ത്രിമാരായ കള്ളന്മാരെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വികസനത്തിൻ്റെ പേരിൽ കൺസ്ട്രക്ഷൻ നടത്തി കരാറുകാരിൽ നിന്നും 40% വരെ കമ്മീഷൻ അടിച്ചു മാറ്റിയിരുന്ന ഭീകര മന്ത്രിമാരായിരുന്നു അവർ. 19 മന്ത്രിമാരിൽ 13 പേരും തോറ്റു. കള്ളന്മാരിലെ പെരുങ്കള്ളൻ ധർമ്മടം മണ്ഡലത്തിൽ 6 റൗണ്ടുകളാണ് പുറകിലേക്ക് പോയത്. ആ സമയം വിജയക്കുതിപ്പിലായിരുന്നു KK രമ. അപ്പോൾ അവർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ, ഇത് മതി. കുലംകുത്തി എന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദികൾ. എന്താണ് രമ ഇതിലൂടെ ഉദ്ദേശിച്ചത്? ചന്ദ്രശേഖരനെ കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ സ്വന്തം മണ്ഡലത്തിൽ തിരിച്ചടി നേരിടുന്നു. 14 വർഷം മുമ്പുള്ള ഇതേ മെയ് 4-നാണ് 51 വെട്ടുവെട്ടി നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊന്നത്. അതിൻ്റെ കാവ്യനീതിയാണ് കേരളം നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അതിൻ്റെ തിരിച്ചടികൾ, നിങ്ങൾ അനുഭവിക്കുന്ന തിരിച്ചടികൾ അതിൻ്റേതാണ് എന്നാണ് KK രമ സൂചിപ്പിച്ചത്. പറയുന്ന പോലെ എന്തൊരു തിരിച്ചടിയാണ്, എന്തൊരു തോൽവിയാണ് CPM നേരിട്ടത്. 50 സിറ്റിംഗ് MLA-മാരാണ് പൊട്ടിത്തെറിച്ച് തീർന്നത്. അവരിൽ വിശ്വാസം അർപ്പിച്ച്, അതായത് ഈ മുന്നണിയിൽ വിശ്വാസം അർപ്പിച്ച് കൂടെ കൂടിയ ഘടകകക്ഷികളുടെ സ്ഥിതി പരിതാപകരം എന്ന് തന്നെ പറയാനുള്ളൂ. കേരള കോൺഗ്രസ് 12 സീറ്റിലും തോറ്റു. മറ്റ് 7 LDF ഘടകകക്ഷികളും 0 സ്ഥാനത്തിന് അർഹരായി. TP ചന്ദ്രശേഖരൻ്റെ വിളി കേട്ടിട്ടാണോ എന്നറിയില്ല, പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ചില വിസ്മയങ്ങളെ പറ്റി നമ്മൾ പറയുകയുണ്ടായി. ഈ ആലക്കാടൻ വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കുലംകുത്തികൾ. എന്താ അവരുടെ ഒരു പെർഫോമൻസ്, അവരിൽ നിന്ന സീറ്റുകളിൽ അവരുണ്ടാക്കിയ ഒരു പെർഫോമൻസ്, അവർ കാഴ്ചവെച്ച പെർഫോമൻസ് കാണുമ്പോൾ ഒരു രോമാഞ്ചം തന്നെ വരുന്നുണ്ട്. അമ്പലപ്പുഴയിലെ G സുധാകരൻ ഭൂരിപക്ഷം 27,935 വോട്ട്. പുന്നപ്രയും വയലാറും കൂടി ഉൾക്കൊള്ളുന്ന ആലപ്പുഴ പോലും കയ്യിൽ നിന്ന് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണൻ ഭൂരിപക്ഷം 7,457 വോട്ട്. തളിപ്പറമ്പിലെ TK ഗോവിന്ദൻ മാഷ് ഭൂരിപക്ഷം 12,551 വോട്ട്. ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 50,000-ന് മേൽ വോട്ടിന് ജയിച്ച സ്ഥലങ്ങളാണ്. അവിടെയാണ് ഈ കുലംകുത്തികൾ വിജയക്കൊടി നാട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ CPM ഇന്ന് വരെ തോറ്റിട്ടില്ലാത്ത തൃക്കരിപ്പൂർ എന്ന മണ്ഡലം സന്ദീപ് വാര്യർ തിരിച്ചു പിടിച്ചിരിക്കുന്നു. കയ്യൂര്, കരിവള്ളൂര്, കാവുമ്പായ, മുനയംകുന്ന്, ചീമേനി തുടങ്ങിയ സമര പോരാട്ടങ്ങൾ നടന്ന, കമ്മ്യൂണിസ്റ്റ് സമര പോരാട്ടങ്ങൾ നടന്ന തൃക്കരിപ്പൂർ എന്ന മണ്ണ്, ആ മണ്ഡലത്തിൽ CPM എങ്ങനെ പരാജയപ്പെടണമെങ്കിൽ, CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ആ പരാജയ വിജയന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് ഒരു മേയർ കുട്ടി ഉണ്ടായിരുന്നു, നമുക്കറിയാം. ആ കുട്ടിയുടെ അഹങ്കാരത്തിനാണെങ്കിൽ ഒരു നിലയും ഉണ്ടായിരുന്നില്ല. ശമ്പളം പോലും മര്യാദയ്ക്ക് കിട്ടാത്ത ഒരു KSRTC ബസ് ഡ്രൈവറുടെ മേലെ, യദു എന്നാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര്, ആ ചെക്കൻ്റെ പേര്, ഈ മേയർ കുട്ടിയും അവരുടെ ഭർത്താവും കൂടി കാണിച്ച അഭ്യാസങ്ങൾ
പൊതുമധ്യത്തിൽ വെച്ച് കാണിച്ച അഭ്യാസങ്ങൾ, അധികാരത്തിൻ്റെ ഗർവ് നമ്മൾ കണ്ടതാണ്. അത് കേരളം മുഴുവൻ കണ്ടു. അത് ഒന്നോ രണ്ടോ സ്ഥലത്തുള്ള ആളുകളെ. ആ മേയറിറ്റിയുടെ ഭർത്താവാണ് കോഴിക്കോട് ബാലുശ്ശേരിയിൽ മത്സരിച്ചിരുന്നത്. അഹങ്കാരത്തിന് പിണറായി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയായിരുന്നു ഈ കക്ഷി. ജനങ്ങൾ അയാളെ ശരിക്കും പറഞ്ഞാൽ ഒരു പറ്റിത്തീനിയെ പോലെ പ്രവർത്തിക്കുന്ന ആ മനുഷ്യനെ ജനങ്ങൾ ചവിട്ടി പുറത്താക്കി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കാണും. എം മണി എന്ന് പറയുന്ന ഒരു കക്ഷി, ഒരു മുൻ MLA പറഞ്ഞത് എന്താണ്? നമ്മളെല്ലാവരും അദ്ദേഹത്തെ മണിയാശാൻ എന്നാണ് സ്നേഹത്തിൽ വിളിക്കുക. ഞങ്ങൾ കൊടുത്ത പെൻഷനും ഞങ്ങൾ കൊടുത്ത റേഷനും മേടിച്ച് നക്കി പിറപ്പ് പണി കാണിക്കുകയാണ് ജനങ്ങൾ ചെയ്തത് എന്നല്ലേ? എവിടെയായിരുന്നു ഈ മണിയുടെ നാട്, അല്ലെങ്കിൽ മണി നിന്ന നാട്, മത്സരിച്ച നാട്? പുള്ളിക്ക് ജനങ്ങൾ കൊടുത്ത ഭൂരിപക്ഷം എത്രയാണ്? ഉടുമ്പൻചോലയിൽ മണിക്ക് കിട്ടിയ ഭൂരിപക്ഷം 38,305. അപ്പോൾ ഉടുമ്പൻചോലയിലെ ജനങ്ങൾക്ക് മണിയോട് പകരം വീട്ടണ്ടേ? പക്ഷേ മണി മത്സരിക്കുന്നില്ല. പകരം ഒരു KK ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പിണറായിസ്റ്റിനെയാണ് ജനങ്ങൾക്ക് കിട്ടിയത്. നല്ല പണി പുള്ളിക്ക് അവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, 10 വർഷത്തെ വിജയൻ്റെ കിരാത ഭരണത്തിൽ കേരളത്തിന് നഷ്ടമായത് നമ്മുടെ മതസൗഹാർദ്ദമാണ്. വെള്ളാപ്പള്ളി നടേശനെയും TP സെൻകുമാറിനെയും ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ ഹിന്ദുക്കളെ തിരിക്കാനും മുസ്ലിങ്ങൾക്കെതിരെ ക്രിസ്ത്യാനികളെ തിരിക്കാനും ഇവർ ഒരുപാട് പാടുപെട്ടു. എന്നാൽ ഇവരുടെ ഈ ശിക്കാരി ശംഭു സൂത്രത്തിൽ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ വീണില്ല. മനസമാധാനം ആഗ്രഹിക്കുന്ന ചുരുക്കം ചില ഹിന്ദുക്കളും വീണില്ല എന്ന കാര്യം എടുത്തു പറയട്ടെ. വീണതാരാണ്? ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ വീണത് LDFൻ്റെ സ്ഥാനാർത്ഥികളാണ്. മലപ്പുറം മൊത്തത്തിൽ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ മുസ്ലിം ലീഗിന് കേരളം നൽകുകയാണ് ചെയ്തത്. 22 സീറ്റുകൾ. 2% മാത്രം ക്രൈസ്തവ വോട്ടർമാരുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമായ തവനൂരിൽ VS ജോയി എന്ന ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ് ജയിച്ചത്. ആരാണ് ജയിപ്പിച്ചത്? അത് മുസ്ലിം ഭൂരിപക്ഷമാണ് ജയിപ്പിക്കുന്നത്. ഇതാണ് കേരളത്തിൻ്റെ മതേതര പാരമ്പര്യം. ഇതിൽ തൊട്ട് കളിക്കരുത് എന്നാണ് VS ജോയിയുടെ വിജയം ഈ പരാജയ വിജയന് പറഞ്ഞു കൊടുക്കുന്നത്. 50% ക്രിസ്ത്യാനികളുടെ വോട്ടുള്ള ഒരു മണ്ഡലമുണ്ട്, തിരുവമ്പാടി. അവിടെ എന്താണ് നമ്മൾ കണ്ടത്? അവിടെ ഒരു ബിഷപ്പിൻ്റെ നോമിനിയായ ലിൻഡോ ജോസഫിനെതിരെ മത്സരിച്ച് ജയിച്ചതാരാണെന്ന് നമ്മൾ നോക്കണം. ഒരു മുസ്ലിമായ CK കാസിം. അപ്പോൾ ഇത് 1-2 സ്ഥലത്ത് മാത്രമായി പറഞ്ഞ് നമ്മൾ പോയാൽ പോരാ. ഫാത്തിമ തഹ്ലിയയുടെ കഥ കൂടി നമുക്ക് പറയാനുണ്ട്. അതും സൗഹാർദ്ദത്തിൻ്റെ ഒരു കഥ തന്നെയാണ് പറയുന്നത്. TP രാമകൃഷ്ണൻ, ഇടതുമുന്നണിയുടെ കൺവീനർ, ഒരു പാരലൽ വേൾഡിൽ ജീവിച്ചുകൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാവാത്ത തരത്തിൽ വിശദീകരണങ്ങൾ നടത്തി ആളുകളെ പറ്റിച്ചിരുന്ന ഈ TP രാമകൃഷ്ണൻ എന്ന ഈ അന്തം കമ്മിയെ ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടി ഫാത്തിമ തഹ്ലിയെ എത്ര പറ്റിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു റെക്കോർഡ് കൂടി അവളിട്ടു. അവൾ ആദ്യമായി മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ വനിതാ MLA ആയി മാറി. സ്ത്രീകളെ രണ്ടാം തരമായി കാണുന്ന ഒരു മതസംസ്കാരത്തെ ഒരു സാമുദായിക കക്ഷി ആദ്യമായി തിരുത്താൻ ശ്രമിച്ചു. അപ്പോൾ ആ ശ്രമത്തെ ജനങ്ങൾ കയ്യും നീട്ടി സ്വീകരിച്ചു എന്നല്ലേ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പെറ്റത്തള്ള സഹിക്കാത്ത അഴിമതി നടത്തി പൊടുന്നനെ പണക്കാരായി മാറിയ മന്ത്രിമാരെ ജനങ്ങൾ കണക്കിന് ശിക്ഷിക്കുന്നതും നമ്മൾ ഈ ഇലക്ഷനിൽ കണ്ടു. കൾഷാപ്പിലെ കൂട്ടാങ്കച്ചവടം നടത്തിയിരുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റായി വന്ന് മന്ത്രിയായി എന്ന് പറഞ്ഞാൽ നമുക്കതൊരു അഭിമാനമുള്ള കാര്യമാണ്. നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ്, സമത്വത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. എന്നാൽ ആ മുതൽ ജനങ്ങളുടെ മുതലാളിയാവാൻ നോക്കരുത്. വാസവന്മാരുടെ വീഴ്ച എത്ര മനോഹരമാണ്. ഒരു സെക്കുലർ ഡെമോക്രസിയിൽ പ്രത്യേകിച്ചൊരു കോവിലോ ആരാധനാലയങ്ങളോ അവർക്കില്ല. അതായത് സ്റ്റേറ്റിന് മതമേ ഇല്ല. ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ കോവിൽ എന്ന് പറയുന്നത്, അമ്പലം എന്ന് പറയുന്നത് നിയമസഭകളാണ്. ഈ അടിസ്ഥാന ധാരണ പോലുമില്ലാത്ത ഒരു 4-കിട ഗുണ്ടയെപ്പോലെ നിയമസഭയിൽ ശിവതാണ്ഡവം ആടിയ ഒരു ഗുണ്ടയെ ജനങ്ങൾ ഈ ഇലക്ഷനിൽ മൂലക്കിരുത്തുകയുണ്ടായി. ശിവൻകുട്ടിയുടെ വീഴ്ച എത്ര ചേതോഹരമാണ് എന്ന് പറയാതെ വയ്യ. അതുപോലെ എക്സൈസ് കൈകാര്യം ചെയ്ത് കോടികൾ ഉണ്ടാക്കിയ, പാർട്ടിക്കും കുടുംബത്തിനും കോടികൾ ഉണ്ടാക്കി കൊടുത്ത ഒരു മന്ത്രിയും വീഴുന്നത്, ഒരു അഹങ്കാരിയും എന്നത് പറയുകയായിരിക്കും ഭേദം.
ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ തോറ്റാലും വനവാസത്തിനൊന്നും പോകില്ല എന്ന് VT ബലറാമിനോട് തോറ്റ ഈ നിമിഷത്തിൽ അയാൾ പ്രസ്താവന ഇറക്കുന്നത് നമ്മൾ കണ്ടു. നമുക്കറിയാം അവർ വനവാസത്തിന് പോകില്ല, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന്. എന്തുകൊണ്ട്? ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോഴുള്ള ചാകര പിന്നെ ഏത് കടപ്പുറത്ത് പോയാലാണ് കിട്ടുക? ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. 8385 വോട്ടിന് ശ്രീ VT ബലറാം പുള്ളിയെ പെട്ടിയിലാക്കി ആണിയടിക്കുന്നത് കണ്ടപ്പോൾ കണ്ണുകൾക്ക് പോലും ഒരു ആനന്ദം ഉണ്ടായി എന്ന് പറയാതിരിക്കാൻ വയ്യ. അതുപോലെ ആധുനിക മുതലാളിത്തത്തെപ്പറ്റിയും നൈപുണ്യമുള്ള തൊഴിലാളിയെപ്പറ്റിയും പാർട്ടി ക്ലാസ് എടുത്ത് മറവിലൂടെ കോടീശ്വരനായ ഒരു മന്ത്രിയും തോറ്റു. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഈ മനുഷ്യർക്ക് എങ്ങനെയാണ് ഈ നൈപുണ്യമുള്ള തൊഴിലാളിയെയും വർഗബോധമുള്ള തൊഴിലാളിയെയും പറ്റി ക്ലാസ് എടുക്കാൻ കഴിയുന്നത് എന്ന് ആലോചിച്ചിട്ട് തന്നെ ഒരു എത്തുംപിടുത്തം കിട്ടുന്നില്ല. ശ്രീ P രാജീവിൻ്റെ വീഴ്ച എത്ര സുന്ദരമാണ് എന്ന് പറയാതെ വയ്യ. അതുപോലെ ആശാ വർക്കർമാരെ പരിഹസിക്കുകയും തലയിൽ വീട് ചുമന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ടീച്ചറും തോൽക്കുകയുണ്ടായി. ബിന്ദു ടീച്ചറുടെ തോൽവി എത്ര മനോഹരമാണ്, നയനാനന്ദകരമാണ് എന്ന് പറയാതെ വയ്യ. മക്കളുടെ പ്രായമുള്ള വിദ്യാർത്ഥികളെ കള്ളക്കേസെടുത്ത് ജയിലിലടച്ച ഏറ്റവും നല്ല അഭിനേത്രി തോറ്റു തുന്നമ്പാടി എന്ന് തന്നെ പറയേണ്ടി വരും. എത്ര കാവ്യനീതിയാണ് അവിടെ നടപ്പായത്. പണ്ട് രാമായണം മഹാഭാരതം എന്നൊക്കെ സീരിയൽ കാണുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ നാരദൻ പോലുള്ള അല്ലെങ്കിൽ ദേവകളൊക്കെ വന്ന് സ്വർഗത്തിൽ നിന്ന് വന്ന് പുഷ്പവൃഷ്ടി നടത്തുന്നത്. അതുപോലെ ഈ വീണയുടെ വീഴ്ച കാണാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും ദേവകൾ ഗൂഗിൾ മാപ്പിട്ട് താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും ഭയങ്കരമായ അത്രയ്ക്കും ഭീകരമായ ഒരു വീഴ്ചയാണ് അവർ വീണിട്ടുള്ളത്. അഹങ്കാരിയും അതുപോലെ തന്നെ അഴിമതിക്കാരനുമായിരുന്ന അച്ഛൻ്റെ മകൻ, സ്ത്രീലമ്പടനായ മകനും തോറ്റു. ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീകൾക്ക് ജാമ്യം എടുത്തു കൊടുത്ത് അവരെ ആജീവാനന്ദം അടിമയെപ്പോലെ ലൈംഗിക ക്രിയകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആ മന്ത്രി, അയാളും തോറ്റു. അപ്പോൾ പിന്നെ ആരാണ് ഈ ജയിച്ചത് എന്ന് അന്വേഷിക്കുകയാണ് നല്ലത്. ആ കെ രാജനും 1-2 CPIയുടെ മന്ത്രിമാരും അല്ലാതെ ആരായിരുന്നു ഇവരിൽ ചൊവ്വുള്ളവർ? ജയിച്ചവർ ആരുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുന്നതിനേക്കാളും ഭേദം തോൽക്കാത്തവർ ആരുണ്ട് എന്ന് നമ്മൾ നോക്കുകയാണ്. എല്ലാം ആലക്കാടൻ വിജയൻ്റെ അനുഗ്രഹം. ആരാണ് ഈ ആലക്കാടൻ വിജയൻ എന്ന് കൂടി പറഞ്ഞിട്ട് പോവാം. ശ്രീ പിണറായി വിജയന് ആദ്യമായി മത്സരിക്കാൻ സീറ്റ് നൽകുമ്പോൾ പാണ്ഡ്യാല ഷാജിയുടെ അച്ഛനായിരുന്നു CPMൻ്റെ കണ്ണൂരിലെ നേതാവ്. ആ പാണ്ഡ്യാല ഷാജി ഇപ്പോൾ പറയുന്നത് പിണറായി എന്ന മനോഹരമായ ഗ്രാമത്തിൻ്റെ പേര് ചേർത്ത് വിജയനെ വിളിക്കരുത് എന്നാണ്. ആ ഗ്രാമം എന്ത് പിഴച്ചു എന്നാണ് അവർ ചോദിക്കുന്നത്. ഷാജി പറയുന്നത് പിണറായിയുടെ തറവാട്ടു പേര് ആലക്കാടൻ എന്നാണ്, ആ പേര് ചേർത്താണ് വിളിക്കേണ്ടത്, ആലക്കാടൻ വിജയൻ എന്ന്. അപ്പോൾ ഈ ആലക്കാടൻ വിജയനെ പരിപൂർണമായും വിശ്വസിച്ചും അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ മരുമകനോ ആയിരിക്കും കാലാകാലം കേരളത്തിൻ്റെ ഭരണം കൈയാളുന്നത് എന്ന് കരുതിയും ചില കറുപ്പ് ഷർട്ടിട്ടുള്ള ഗുണ്ടകൾ ചില കോൺഗ്രസ് നേതാക്കളെ ദണ്ഡയെടുത്ത് അടിച്ചോടിക്കുന്നത് നമ്മൾ കണ്ടു. കേരള യാത്രയിൽ വിജയൻ അതിനെപ്പറ്റി പറഞ്ഞത് എന്താണ്? രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്നാണ്. ഇതാണ് രക്ഷാപ്രവർത്തനം എങ്കിൽ അന്ന് ഈ ഗുണ്ടകൾ അടിച്ചു പരുവമാക്കിയ ഒരു നേതാവ് ഇന്ന് MLA ആയി ആലപ്പുഴയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം സവിനയം അറിയിക്കുന്നു. ആ രക്ഷാപ്രവർത്തകരെ രക്ഷിക്കാൻ ഇനി നമുക്ക് ആരെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് പിടികിട്ടാത്ത കാര്യം. ഇതിനിടയ്ക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി ചരിത്രമായത് കൂടി നമുക്ക് പറയേണ്ടി വരും. മലപ്പുറം മണ്ഡലത്തിൽ 85,237 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹം നേടി. 1970 പാറ്റേൺ നമ്മൾ മാതൃകയാക്കുകയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാക്കേണ്ടി വരും. അന്ന് കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടും അച്യുതമേനോൻ, CPIയിലെ അച്യുതമേനോനായിരുന്നു മുഖ്യമന്ത്രി. ഇന്നിപ്പോൾ 3 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിമാർ കോൺഗ്രസ്സിൽ ഉള്ള നിലയ്ക്ക് ആരെ തിരഞ്ഞെടുക്കുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് നമുക്ക് കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാവുന്നതാണ്. അതൊരു നല്ല സന്ദേശമാണ്. അത് ഇന്ത്യക്ക് കേരളം നൽകുന്ന മഹത്തായ സന്ദേശമായിരിക്കും. നിർഭാഗ്യവശാൽ അതൊന്നും ഉണ്ടാവില്ല, വെറുതെ പറഞ്ഞതാണ്. പകരം രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിൽ ഒരു സമവായം ഉണ്ടാവാനുള്ള ഒരു ലക്ഷണമാണ് നമ്മൾ കാണുന്നത്. ജനം 102 പേരെ തെരഞ്ഞെടുത്തു. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ മത്സരിക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ ജനരോഷം ഉണ്ടാകുമെന്ന് നമുക്ക് തർക്കമില്ലാതെ പറയാൻ കഴിയുന്നൊരു സംഗതിയാണ്. ആ ജനരോഷത്തെ മറികടന്ന് നമ്മൾ ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ
6 മാസത്തിനുള്ളിൽ അയാൾ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് കയറേണ്ടതുണ്ട്. അപ്പോൾ അതിനൊരാൾ രാജിവെക്കണം. ആ രാജിവെച്ച സ്ഥലത്ത് ഈ മുഖ്യമന്ത്രി പോയി മത്സരിച്ച് ജയിക്കണം. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് ജനങ്ങൾ അങ്ങനത്തെ ഒരാളെ ജയിപ്പിക്കാനുള്ള സാധ്യത കാണുന്നില്ല. അതുകൊണ്ട് അത്തരം സാഹസങ്ങൾക്ക് ആരും മുതിരില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെ മുതിർന്നാൽ അതിൻ്റെ ഒരു അനുഭവം എന്താണെന്ന് കെ മുരളീധരൻ പറഞ്ഞു കൊടുക്കുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു സവിശേഷത ഈ ഇലക്ഷൻ്റെ BJPക്ക് 3 സീറ്റുകൾ ലഭിച്ചു എന്നുള്ളതാണ്. ഇത് വലിയ ഒരു പ്രശ്നമായി ആളുകൾ കാണുന്നു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ എന്ന 3 മണ്ഡലങ്ങൾ അവർ CPMൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. പല ആളുകളും, ഞാൻ പറഞ്ഞല്ലോ, പലരും ഈ വിജയത്തെ കാണുന്നത് ജനാധിപത്യ വിരുദ്ധതയുടെ വിജയമായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അത് ശരിയല്ല. 46 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കക്ഷി 14.2% വോട്ടുകൾ അവർ ഇപ്പോൾ പിടിച്ചിരിക്കുന്നു. അത്തരം ഒരു പാർട്ടിക്ക് 3 സീറ്റുകളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഒരു കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാഷ്ട്രീയത്തിൻ്റെ ശത്രുതകളൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് പ്രാതിനിധ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ കുറവ് BJPയുടെ സീറ്റിൽ ശരിക്കും പറഞ്ഞ കുറവാണുള്ളത്. ഈ കുറവ് നമ്മൾ BJPക്ക് സീറ്റ് കിട്ടാത്തപ്പോൾ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൻ്റെ കുഴപ്പമായി ഇത് നമ്മൾ ചർച്ച ചെയ്യണം. ഈ ഇലക്ഷനിൽ 37.64% വോട്ടാണ് CPM നയിക്കുന്ന മുന്നണിക്കുള്ളത്. അവർക്ക് കിട്ടിയ സീറ്റുകൾ വെറും 35 അപ്പം 46.54% UDFിനുള്ളത്. ആ പാർട്ടിക്കോ വെറും 10% വോട്ടിൻ്റെ വർധന, 9% വർധനവിൽ അവർക്ക് കിട്ടിയുള്ളത് 102. ഇത് ഡെമോക്രസിയുടെ പരാജയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളൊന്നൊന്ന് നോക്കണം. ഉദ്യോഗങ്ങൾക്ക് സമുദായങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം നോക്കുന്ന ഇവിടുത്തെ ഒരു സിസ്റ്റം, വിദ്യാലയങ്ങളിലെ പ്രവേശനത്തിന് സാമുദായിക പ്രാതിനിധ്യം നോക്കുന്ന ഇവിടുത്തെ സിസ്റ്റം, എന്തുകൊണ്ട് ഈ പരമപ്രധാനമായ വിഷയത്തിൽ ഈ ആനുപാതിക പ്രാതിനിധ്യം നോക്കുന്നില്ല? തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വ്യക്തികൾ മത്സരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ നിൽക്കുന്നത്. സത്യത്തിൽ ആ സിസ്റ്റം മാറി പാർട്ടികളുടെ ഭരണഘടനകൾ ഇവിടെ മത്സരിക്കണം. അപ്പോൾ ഏത് പാർട്ടിയാണ് നല്ല ഭരണം അല്ലെങ്കിൽ നല്ല പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോ പാർട്ടിക്കും അങ്ങനെ കിട്ടിയ വോട്ട് ശതമാനം വെച്ച് നമുക്ക് കുറ്റമറ്റ ഒരു നിയമസഭ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ മാത്രമേ എന്താണ് ജനഹിതം അനുസരിച്ചിട്ടുള്ള പ്രാതിനിധ്യം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ. അപ്പോൾ നമുക്കൊരു സംശയം തോന്നി, ഈ BJP എന്താണ് ഈ രീതിയിൽ ഭരണഘടന പരിഷ്കരിക്കാൻ വരാത്തത്? അവർക്ക് ഈ ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ഒരു വീക്ക്നെസ് ആണല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അവർ കേരളത്തിൽ ഈ സംഭവം നടപ്പാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ MLAമാരുടെ ഒരു കുറവുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമേ ഉള്ളൂ. മറ്റു സ്ഥലത്തൊന്നും ഒരു ദാരിദ്ര്യമില്ല. 28 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് 26, 25, 24 സംസ്ഥാനങ്ങൾ ഭരിക്കാൻ ഈ ഒരു പദ്ധതി വേണ്ട എന്നുള്ളത് കൊണ്ട് അവർക്ക് ഏറ്റവും നല്ലത് ഇപ്പം നിലനിൽക്കുന്ന സിസ്റ്റം ആയതുകൊണ്ട് അവരുണ്ടോ ഈ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ BJPക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് BJPക്ക് 3 സീറ്റ് തൽക്കാലം കിട്ടിയതിൽ നമ്മളാരും ടെൻഷൻ അടിച്ച് ചാകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടിയ വോട്ടിനനുസരിച്ചുള്ള സീറ്റുകൾ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഭരണം കിട്ടാതെ തന്നെ ഇവരെ പറ്റി നമ്മൾ എന്തിനാണ് ഇത്ര അധികം ഭയപ്പെടേണ്ട കാര്യം എന്താണ്? ഭരണം കിട്ടാതെ തന്നെ ഭൂലോക അഴിമതിക്കാരായവർ, മന്ദബുദ്ധികളാണ് ആ പാർട്ടിയെ കേരളത്തിൽ നയിക്കുന്നത്. അവരെ മാക്സിമം 15 സീറ്റിൽ കൂടുതൽ കേരളത്തിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഒരു പുതിയ പാർട്ടി ഇവിടെ ഉണ്ടാവണം, ഒരു പുതിയ ലിബറൽ പാർട്ടി ഉണ്ടായേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിശകലനം ഇവിടെ ഉപസംഹരിക്കപ്പെടുകയാണ്. നന്ദി, നമസ്കാരം.